നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം കൃത്യമായി പറഞ്ഞാൽ ഭൂപേഷ് ബാഗേൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സംസ്ഥാനമാണ്. അവിടെ 15 കൊല്ലത്തെ രമൺ സിംഗിൻ്റെ ദുർഭരണം അവസാനിപ്പിച്ച് 2018 ഭൂപേഷ് ബാഗേൽ അവിടെ 3/2 ഭൂരിപക്ഷം നേടിയെടുത്താണ് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചത്. ഭൂപേഷ് ബാഗേലിനെ ചൊറിയാൻ വേണ്ടി മാത്രം കച്ചകെട്ടി ഇറങ്ങിയ ചില ഡൂക്കിളി നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഹൈക്കമാൻഡ് പോലും കൃത്യമായ തീരുമാനം ഭൂപേഷ് ബാഗേലിൻ്റെ കാര്യത്തിൽ എടുക്കാത്തത് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. ഭൂപേഷ് ബാഗേലിനെ പല നേതാക്കളും വാനോളം പുകഴ്ത്തിയിട്ടുണ്ടെങ്കിലും ഒരു ആസന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തു. നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഉറച്ച വേരുകൾ ഉള്ള മേഖലകൾ പലയിടത്തുമുണ്ട്. ഇന്നിതാ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു സാധ്യത, പ്രത്യേകിച്ചും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു സാധ്യത ഛത്തീസ്ഗഡിൽ മുഴങ്ങി കേൾക്കുകയാണ്. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെല്ലാം ബഹുഭൂരിപക്ഷം സീറ്റുകളിലും കോൺഗ്രസ് വോട്ടെണ്ണലിൻ്റെ ഘട്ടത്തിൽ മുന്നേറുകയാണ്. അതിൻ്റെ മുഴുവൻ റിസൾട്ടും 24 മണിക്കൂർ കൂടി കഴിയണം പുറത്തു വരാൻ എന്നിരിക്കെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വളരെ കൃത്യമായി പറയട്ടെ, BJPക്ക് വലിയ ഒരു ടഫ് ഫൈറ്റ് കൊടുത്തുകൊണ്ട് പലയിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസ് നേടിയെടുക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ഛത്തീസ്ഗഡിൽ BJP ഭരണത്തിലേറിയ സമയത്തൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ 2018 മാത്രമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടായത്. 2023 രാജസ്ഥാനിൽ ഭരണം നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും ഭരണം നഷ്ടപ്പെടുകയായിരുന്നു. വളരെ ശ്രദ്ധേയമായി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ തെലങ്കാന, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ നിയമസഭകൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന 2028 ഡിസംബർ സാഹചര്യമാകുമ്പോഴേക്കും ഇനി കൃത്യമായി 2 വർഷം കിടക്കുന്നത് കൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ ഇതിൽ രാജസ്ഥാനും ഛത്തീസ്ഗഡും പിടിച്ചെടുക്കാനും തെലങ്കാന നിലനിർത്താനും കഴിയും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം ഛത്തീസ്ഗഡ് തന്നെയാണ്. ഛത്തീസ്ഗഡിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു പ്രത്യേകത, ഇതിൽ സ്വിംഗ് സീറ്റുകൾ 30ഓളമാണ്. 90-ൽ 60 സീറ്റുകൾ കൃത്യമായി എങ്ങനെയൊക്കെ വിശദീകരിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൽ 30 വെച്ച് കോൺഗ്രസും BJP നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ ബാക്കി അവശേഷിക്കുന്ന 30 സീറ്റുകൾ, മൊത്തം ഛത്തീസ്ഗഡിലെ 90 നിയമസഭാ സീറ്റുകളിൽ ബാക്കി അവശേഷിപ്പിക്കുന്ന 30 സീറ്റുകളിലാണ് യഥാർത്ഥ കടുത്ത മത്സരം നടക്കുന്നത്. കപ്പിലും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട കോൺഗ്രസ് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിലും ഭൂപേഷ് ബാഗേൽ എന്ന മികച്ച നേതാവിൻ്റെ പരിണിത തന്ത്രത്താൽ വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്.